ഞാൻ ഇത്തവണ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ചെറുപ്പകാലത്ത് എനിക്കുണ്ടായ ചില പ്രേതങ്ങളുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ്. അതായത് ഞാനന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഈ കോൾപ്പടവിലെ ബണ്ടൊക്കെ കാവലിനെടുക്കും. അപ്പോൾ അദ്ദേഹം അത് കാവലിനെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പുഞ്ചകൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം അടിച്ച് പുറന്തോട്ടിലേക്ക് കളയും. അപ്പോൾ ആ ബണ്ടിൻ്റെ കാവലാണ് അച്ചെടുക്കുക. അതായത് ബണ്ട് പൊട്ടി വെള്ളം ഇതിലേക്ക് വീണ്ടും കായലിലേക്ക് പ്രവേശിക്കുന്ന, അതായത് പെരുന്തോട്ടിലേക്കാണ് വെള്ളം അടിച്ച് കയറ്റുന്നത്. പെട്ടിയും പറയൊക്കെ വലിയ മോട്ടർ വെച്ചിട്ട് പെട്ടിയും പറയൊക്കെ വെച്ചിട്ടാണ് അടിച്ച് കയറ്റുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഈ പെരുന്തോട്ടിൽ അധികം വെള്ളമായാൽ അതൊക്കെ പൊട്ടി ഇപ്പുറത്തേക്ക് കോൾപ്പടയിലേക്ക് തന്നെ വലിച്ചിറങ്ങി ചിലർ ഞാറ് ഒക്കെ നടാൻ വേണ്ടി ഞാറ് തയ്യാറാക്കിയിട്ടുണ്ടാവും കർഷകർ. ആ ഞാറൊക്കെ വെറുതെ ആകും. അപ്പോൾ ഇത് എവിടെയെങ്കിലും വെള്ളം വലിച്ചിറങ്ങി പൊട്ടുണ്ടോ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ എൻ്റെ ബണ്ടെടുത്ത ആളെ അറിയിക്കലും അങ്ങനെയൊക്കെയാണ്. അതാണ് അച്ഛൻ്റെ ജോലി. ചില ദിവസം അത് രാത്രി സമയത്താണ് കൂടുതൽ നോക്കും. പകലും ഇങ്ങനെ 1-2 വട്ടം പോയി നോക്കും. രാത്രി സമയത്താണ് കൂടുതൽ പോയി നോക്കുക. ഒരു ദിവസം അപ്പം അച്ഛൻ എന്ത് പണി, ഈ കോൾപ്പടവിൻ്റെ സൈഡിൽ ഇങ്ങനെ കുനിഞ്ഞിറങ്ങുന്നിടത്ത് ഈ ബിരാലിങ്ങനെ ചാടി പുറത്തേക്ക് പെരുന്തോട്ടിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇവരെ ചാട്ടത്തിൽ ചിലപ്പോൾ പഴിച്ചിട്ട് ബണ്ടിൻ്റെ മുകളിൽ വന്ന് വീഴും. അപ്പോൾ ബണ്ടിൻ്റെ മുകളിൽ വന്ന് വീണാൽ അപ്പോൾ അച്ഛൻ എന്ത് പണി ചെയ്യും, അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഈ ചാക്ക് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ആ ചാക്കിൽ ഈ ബ്രാല് വന്ന് വീണാൽ അത് എടുത്ത് വിറ്റ് അങ്ങനെ കുറേ പൈസ കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനൊന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അടുത്തൊരു വലിയൊരു കുന്നുണ്ട്, അവിടെ ഒരു നിരപ്പായ സ്ഥലമുണ്ട്, അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് ഏകദേശം ഒരു 1 മണി 2 മണിയൊക്കെ സമയത്ത് ഞാൻ അത് കുറച്ചങ്ങോട്ട് നടക്കണം തോട് വരുമ്പോഴത്തേക്കും. അതിനെ പോയിട്ട് അതുണ്ട് ചിങ്ങരി കൊട്ടയിൽ പറക്കി വിടുന്ന് ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ ചില ദിവസം ഒരു ഫ്രണ്ടും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ദിവസം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എനിക്കന്ന് അങ്ങനെ പേടിയൊന്നുമില്ല. പേടിയെന്ന് പറഞ്ഞാൽ പേടീനെ കുറിച്ച് അറിയില്ല, അത്ര ചെറുപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതേമാതിരി രാത്രി എണീറ്റിട്ട് ഏകദേശം 1 മണി ഒക്കെ ആയി കാണണം, ഇങ്ങനെ പോവാണ്, മീനെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു പാല നിൽക്കുന്നുണ്ട്. ആ പാല ഇങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോൾ വളരെ നിശബ്ദമായിട്ടാണ്, കാറ്റും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇതിങ്ങനെ ആ പാല കിടന്നിട്ട് ഇങ്ങനെ വിറക്കിണ്ട് കിടന്നിട്ട്. അപ്പോൾ വിറക്കി വേറെ അത് കാറ്റുണ്ടെങ്കിലല്ലേ സാധാരണ ഇങ്ങനെ വിറക്കി കുരുങ്ങുന്നുണ്ട്, വെറുതെ കിടന്നിട്ട് പാലങ്ങനെ ഇല്ല. അപ്പോൾ എനിക്കതിനെ പ്രത്യേകിച്ചൊന്നും അതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പോയി മീനൊക്കെ എടുത്ത് എന്നിട്ട് വീണ്ടും ആ സ്ഥലത്ത് വന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ അതിന് ശേഷം വളർന്ന് വലുതായിക്കാണ് ചിലവരൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഈ പാലാരും മുകളിൽ യക്ഷിചന്ദ്രന്മാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ചില ഇത് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കനുസരിച്ച് ഇതൊന്നുമില്ല, ഞാൻ എന്താണെന്ന് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ അതാണ് എൻ്റെ ഒരു പ്രേതാനുഭവം എന്ന് പറയുന്നത്. അത് പ്രേതാനുഭവമാണ്. പിന്നെ അതിന് പിന്നിൽ വല്ല ശാസ്ത്രമായിട്ട് വല്ല സത്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. പിന്നെ വേറൊരു അനുഭവം എനിക്കുണ്ടായുള്ളത്, ഞാനൊന്ന് കുട്ടിയാണ്, ഏകദേശം ഒരു 10 വയസ്സൊക്കെ പ്രായം വേണം. അപ്പോൾ ആദ്യം ഞങ്ങൾ മൈസൂർ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം അവിടെ അടുത്ത് ഒരു കല്യാണം ഉണ്ടായിട്ട് അതിന് പോയിട്ട് തിരിച്ചു വരാൻ ഏകദേശം ഒരു രാത്രി 11 മണിയൊക്കെ ആകും. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് എനിക്ക് ഉറക്കം വരുന്ന കാരണം തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പോൾ ഏകദേശം ഒരു കവലയിലത്തേക്ക് അവിടെ ആരുമില്ല, ആകെ നിശബ്ദമാണ്. അന്ന് അവിടെ ഒരു കാട്ടുപ്രദേശമാണ്, അധികം ഇതുള്ള വാഹനങ്ങളൊക്കെ വല്ലപ്പോഴും വരും അങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പിന്നാലെ ആരോ സംസാരിച്ചിട്ട് ഇങ്ങനെ വരുന്ന പോലെ സൗണ്ട് സംസാരിക്കുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കും, അപ്പോൾ ഒന്നും കേൾക്കില്ല. കുറച്ച് വീണ്ടും നടന്നാൽ
വീണ്ടും ഇങ്ങനെ പിന്നിൽ നിന്ന് ആരും സംസാരിക്കുന്ന പോലെ കേൾക്കും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ ആരുമാണ്. അപ്പോൾ എനിക്ക് എന്തോ ഇതിങ്ങനെ 1-2 വട്ടം അനുഭവം ഉണ്ടായേക്ക് എനിക്ക് ആകെ ഒരു ഭയങ്കര പേടിയുള്ളൂ. ഞാൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം അമ്മയോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം അമ്മ പുറത്തൊക്കെ വെട്ടി ഇത് മുളക് അടുപ്പിലിട്ട് എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നത് ഞാൻ കുന്നംകുളം എന്ന സ്ഥലത്ത്, അത് എനിക്കുണ്ടായ അനുഭവമല്ല, അങ്ങനെ ഓരോരുത്തർ ഒരു റൂമിൽ താമസിച്ചവർ വന്നിട്ട് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞതാണ്. അതുണ്ടാകാൻ കാരണം തന്നെ ഞാൻ കുന്നംകുളം ഒരു അനുഗ്രഹ ലോഡ്ജ് തന്നെ ഒരു സ്ഥാപനത്തിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. അതിൽ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരിക്കൽ അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു തമിഴൻ തുണി വിൽപ്പനക്കാരൻ വന്നിട്ട് താമസിച്ചു. അപ്പോൾ ഒരു ദിവസം ആളിങ്ങനെ പുറത്തൊക്കെ അങ്ങനെ പോയി സെയിലൊക്കെ നടത്തി വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇങ്ങനെ അന്നൊന്ന് മൊബൈൽ ഫോണൊന്നും വന്നിട്ടൊന്നും കേട്ടുകേൾവി പോലുമില്ല. ഈ ആദ്യം താമസിക്കുന്ന റൂമിൽ ലാൻഡ് ലൈനിൻ്റെ ഇത് ഞങ്ങളിങ്ങനെ ഞായറാഴ്ച എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറയും എൻ്റെ ഓഫീസ്. അപ്പം ലാൻഡ് ലൈനിൽ ഇങ്ങനെ ഒരു ഇത് വെറുതെ ഒരു സൗണ്ട് പോലെ തോന്നും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെന്നിട്ട് റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് ഒരു കസേരയൊക്കെ ഇട്ടിട്ട് റൂമിൻ്റെ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന ആൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിനൊക്കെ അറിയിച്ച് ബോഡി കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ട് 3 ദിവസം വെച്ച് പിറ്റേ ദിവസം കൊടുന്ന് അവിടെ ഒരു പൊതു ശ്മശാനമുണ്ട്. അവരെ വീട്ടുകാരൊക്കെ അറിയിച്ച്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ആരും വരില്ലെന്ന് നോക്കിയാൽ ശ്മശാനത്തിൽ കൊടുന്ന് സംസ്കരിച്ചു. അതിൻ്റെ ശേഷമാണ് എൻ്റെ ബന്ധുക്കളൊക്കെ വന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഒരു പോണ്ടിച്ചേരിക്കാരൻ ഇതേ റൂമിൽ തന്നെ അദ്ദേഹം വന്നിട്ട് ഇതേമാതിരി ആത്മഹത്യ ചെയ്തിട്ട് ഏകദേശം 1-2 ദിവസം കഴിഞ്ഞായിരിക്കാനാണ് ആകെ ഇതായി ബോഡി അഴുകി തുടങ്ങിയത്. അങ്ങനെ പോലീസ് വന്ന് ഞങ്ങളൊക്കെ കുറേ വഴക്ക് പറഞ്ഞു. ആ ബോഡിയും ഇതേമാതിരി എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവച്ച് 3 ദിവസം അവിടെ വെച്ച് അവിടുന്ന് ഏറ്റുവാങ്ങി കൊടുന്നിട്ട് ഈ അവിടെ പൊതു ശ്മശാൻ്റെ അവിടെ വെച്ച് ഇതും അവിടെയൊക്കെ പോലീസ് അന്ന് മൊബൈൽ ഫോണോ ഇതൊന്നുമില്ല. അതിലെന്തൊരു കണ്ട അഡ്രസ്സിൽ ടെലക്സ് ചെയ്യുക അങ്ങനെയൊക്കെ ഇതായിട്ടാണ് പോലീസ് അവരറിയിച്ചത്. അവരും ബന്ധുക്കളൊക്കെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. റൂമിൽ കയറി ഇതൊക്കെ നടത്തിയായിരുന്നു. അതിൻ്റെ ശേഷം ഏകദേശം 1 മാസത്തോളം ആ റൂം അടച്ചിട്ടു. എന്നിട്ട് പിന്നെ ആ റൂം വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയേക്ക് ആ റൂമിൽ താമസിക്കാൻ പറ്റുന്ന ചിലവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലവർ പിന്നെ ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറയണതാണ് ആ റൂം ശരിയില്ല, ഇത് എന്തൊക്കെ ഒരു അസ്വസ്ഥത പോലെ രാത്രി ആ റൂമിൽ ആരൊക്കെ ഇങ്ങനെ നടക്കണ പോലെ തോന്നുന്നു. അപ്പോൾ അത് വന്നിട്ട് ഞങ്ങൾ റൂം മാറ്റി കൊടുക്കും. ഇത് എല്ലാവർക്കും അങ്ങനെ വന്ന് കംപ്ലൈൻറ്റ് വരില്ല, ചിലവർ മാത്രം ഇങ്ങനെ വന്നിട്ട് പറയും. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഇതാണ് ഉണ്ടായത്. അപ്പോൾ അതിന് പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് പിന്നിൽ വല്ല ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും വശങ്ങളുണ്ടാവും.